സാധാരണക്കാരെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കുവാൻ പരിശ്രമിക്കാതെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ നിയമമനുസരിച്ചുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്കുകളിലും ജപ്തി നടപടികൾ നടക്കുന്നുണ്ട്. 10 വർഷത്തിനടുത്ത് ഭീമമായ കുടിശ്ശികയായിട്ടുള്ളവർക്കെതിരെയാണ് നടപടി. ബാങ്ക് ആരെയും കുടിയിറക്കുകയില്ല. 60 പേരിൽ ചെറിയ തിരിച്ചടവുകൾ നടത്തിയിട്ടുള്ള 37 പേരെ രാഷ്ട്രീയം നോക്കാതെ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ നടപടി നേരിടുന്നവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവരുണ്ട്. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും സാധാരണക്കാരായ നിക്ഷേപകരെയും വായ്പയെടുക്കുന്നവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ബാങ്കിനുള്ളതെന്നും അബ്ദുൾ നാസർ അറിയിച്ചു. ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ള സമരവും സമരനാടകങ്ങളുമെല്ലാം പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബാങ്കിനെതിരെ ഇറക്കിവിടാമെന്നുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് കുടിശ്ശികയായി കിടക്കുന്ന 60 ഫയലുകളാണ് നടപടികളിലേക്ക് നീക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 37 ഫയലുകളും 10,000, 20,000 രൂപയ്ക്ക് വെച്ച് അടച്ചിട്ടുള്ള ഫയലുകൾ പോലും നടപടികളിൽ നിന്ന് മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും അവരെ തികച്ചും ന്യായമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഈ സാധാരണക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് ഇന്ന് ബാങ്കിന് മുന്നിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളും നടപടികളും മാത്രമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.